പറയുമായിരുന്നേ, അന്നൊക്കെ വലിയ തരത്തിലുള്ള കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസാണല്ലോ ഈ പാറശാല ഷാരോൺ വധക്കേസ്. അത് കേരളം ഞെട്ടിയ ഒരു കേസാണ്. അത് എങ്ങനെയാണ് ആസൂത്രണം ചെയ്ത് എങ്ങനെയാണ് ആ യുവാവിനെ കൊലപ്പെടുത്തിയത് എന്നുള്ളതൊക്കെ. അപ്പോൾ അതിൽ പാറശാല ഷാരോൺ വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് വന്നിരിക്കുകയാണ്. പ്രതിക്കെതിരെ പ്രോസിക്യൂഷൻ ചുമത്തിയ കൊലക്കുറ്റം തെളിഞ്ഞിട്ടുണ്ട്. തെളിവുകളുടെ അഭാവത്തിൽ ഗ്രീഷ്മയുടെ അമ്മയെ വിചാരണ കോടതി വെറുതെ വിട്ടിട്ടുണ്ട്. എന്നാൽ അമ്മാവൻ നിർമ്മലകുമാരൻ തെളിവ് നശിപ്പിച്ച കേസിൽ കുറ്റക്കാരനാണെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി നാളെ ശിക്ഷ വിധിക്കും. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഷാരോണിന്റെ മാതാപിതാക്കൾ വിധിയിൽ പ്രതികരിച്ചത്. ഈ വിധിയിൽ ഞങ്ങൾക്ക് തൃപ്തിയാണ് ഗ്രീഷ്മ ചെയ്തതുകൊണ്ട്. പക്ഷെ അവളുടെ അമ്മ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുകുമാരിയെ കൂടെ ശിക്ഷിക്കാത്ത ഒരു വിഷമമേ ഉള്ളൂ. അത് ഞങ്ങൾ മാക്സിമം നോക്കും ഹൈക്കോടതി പോകാൻ. ഒരുപാട് പ്രതീക്ഷയോടെ ഞങ്ങൾ വളർത്തിയ മോനല്ലേ. എൻ്റെ വിഷമം ഞങ്ങൾക്ക് എന്നും മാറും, ഇപ്പം മാറുന്നൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങൾ ജീവിക്കണോ വേണ്ടെന്നുള്ളതാണ്. ഗ്രീഷ്മയുടെ അമ്മയെ കൂടെ പോയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരല്പം ഒരു ഞങ്ങൾ പോകും, ഞങ്ങൾ നോക്കും. മാക്സിമം കേസിൻ്റെ കഴിയിലെടുത്തിട്ട് ഞങ്ങൾ സാർവട്ടൊക്കെ കണ്ടെത്തിയതിന് ശേഷം ഞങ്ങളെ കൊണ്ട് പറ്റുന്നുള്ള രീതിക്ക് ഞങ്ങൾ പോകും. ഏറ്റവും വലിയ ശിക്ഷ, പരമാവധി ശിക്ഷ തന്നെ അവർക്ക് കൊടുക്കണം. ഞങ്ങളെ പൊണ്ണ ജീവനെയാണ് നഷ്ടപ്പെടുത്തി കളഞ്ഞത്. ഞങ്ങൾക്ക് ഇനി എങ്ങനെ കഴിഞ്ഞു പോകണമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിഞ്ഞുകൂടാ. എൻ്റെ ജീവനെയാണ് അവൾ കൊന്നു കളഞ്ഞത്. നമുക്ക് പരമാവധി ശിക്ഷ തന്നെ കൊടുക്കണം. എന്തൊരു വേദനയാണല്ലേ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം. പ്രണയം നടിച്ച ഒരു യുവാവിനെ കൊലപ്പെടുത്തുക, അതും ഈ ജ്യൂസിൽ വിഷം കലർത്തി കൊലപ്പെടുത്തുക എന്നൊക്കെ നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങളാണ്. അതിനാണ് അന്നൊക്കെ കേരളം സാക്ഷ്യം വഹിച്ചത്. എന്തായാലും ശിക്ഷാവിധി ഇതിൽ നാളെ അറിയാൻ സാധിക്കും. സജോ ദേവസിയുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സജോ, നാളെ എപ്പോഴാണ് ഇത് ശിക്ഷാവിധി ഉണ്ടാവുക? മാതാപിതാക്കളുടെ പ്രതികരണത്തിൽ അമ്മയെ വെറുതെ വിട്ടതിൽ അവർക്ക് അതൃപ്തിയുണ്ട്. അപ്പോൾ അതിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ഒരു മാതാപിതാക്കൾ പറയുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ സജോ? പ്രണയത്തിൽ വിഷം കലർത്തി ഷാരോണിനെ കൊലപ്പെടുത്തിയത് ഗ്രീഷ്മയാണെന്ന അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലൊടുവിൽ വിചാരണ കോടതിയും ശരിവെക്കുകയാണ്. അന്വേഷണ സംഘത്തെ സംബന്ധിച്ചും പ്രോസിക്യൂഷനെ സംബന്ധിച്ചും വിജയമാണ് അക്കാര്യത്തിൽ. അതായത് ഇതിൽ എടുത്തു പറയുകയാണെങ്കിൽ മരണക്കിടക്കയിലും ഷാരോൺ യഥാർത്ഥത്തിൽ പ്രണയിനിയെ വിശ്വസിച്ചിരുന്നു. മരണമൊഴിയിൽ ഗ്രീഷ്മയെ നേരിട്ട് കുറ്റപ്പെടുത്തുന്ന ഭാഗം ഉണ്ടായിരുന്നില്ല എന്നതാണ്. ഏറ്റവും ഒടുവിൽ മരണം മുന്നിൽ കണ്ടപ്പോൾ മാത്രമാണ് പിതാവിനോട് ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് ICUവിൽ വെച്ച്. അതിനു മുൻപ് മൊഴി രേഖപ്പെടുത്തിയിരുന്നു. മറ്റൊന്ന്, വിഷം നൽകുന്ന, അതായത് മാരക കളനാശിനി കലർത്തിയ കഷായം ഷാരോണിന് നൽകുന്നതിന് ദൃക്സാക്ഷികളില്ലായിരുന്നു. ഈ വെല്ലുവിളിക്കിടെയും ശാസ്ത്രീയ തെളിവുകൾ, സാഹചര്യ തെളിവുകൾ, സാക്ഷിമൊഴികൾ എന്നിവ കോർത്തിണക്കി കൃത്യമായ ചാർജ് കോടതിയിൽ അവതരിപ്പിക്കാൻ പ്രോസിക്യൂഷനും അന്വേഷണ സംഘത്തിനും കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒന്നാം പ്രതിയായ ഗ്രീഷ്മയ്ക്കെതിരായ പ്രധാനപ്പെട്ട കുറ്റങ്ങൾ തെളിഞ്ഞു. അതായത് കൊലപാതകം, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ പ്രധാനപ്പെട്ട കുറ്റങ്ങൾ തെളിഞ്ഞു. അതേസമയം സംശയത്തിന്റെ ആനുകൂല്യം രണ്ടാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മയ്ക്ക് ലഭ്യമായി. അതുകൊണ്ടാണ് രണ്ടാം പ്രതിയെ സംശയത്തിന്റെ ആനുകൂല്യം നൽകി കോടതി വിട്ടയച്ചത്. മൂന്നാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മാവനും കുറ്റക്കാരനെന്ന് തെളിഞ്ഞിട്ടുണ്ട്. രണ്ടു പേർക്കുമെതിരായ ശിക്ഷാവിധിയും നാളെയാകും നെയ്യാറ്റിൻകര കോടതിയിൽ ഉണ്ടാവുക, അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ നടക്കുക. അതിൽ ഒരു അന്തിമ ഹിയറിംഗ് കൂടി ഉണ്ടാകും. അതായത് പ്രതികൾക്ക് പറയാനുള്ളത് കേൾക്കും, ഒരു പ്രോസിക്യൂഷന് പറയാനുള്ളതും കേൾക്കും. അന്തിമമായ ഒരു ഹിയറിംഗ് കൂടി ഉണ്ടാകും. അതിനുശേഷം ശിക്ഷാവിധിയിലേക്ക് പോകും. ഇതൊരു അപൂർവ സ്വഭാവത്തിലുള്ള കേസാണ്. അതുകൊണ്ട് പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ നൽകണമെന്ന് വാദിക്കാനായിരിക്കും ഒന്നാം പ്രതിക്ക് പ്രോസിക്യൂഷൻ ശ്രമിക്കുക. പക്ഷേ അപൂർവമായ കേസാണോ എന്നതുകൂടി പരിഗണിച്ചായിരിക്കും എന്താണ് ശിക്ഷ എന്നത് തീരുമാനിക്കുക. ഈ കുറ്റക്കാരിയാണ് എന്ന് വിധിച്ചതിന് പിന്നാലെ ഗ്രീഷ്മയെയും അമ്മാവിനെയും ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഗ്രീഷ്മ ഭാവഭേദങ്ങളൊന്നുമില്ലാതെ പ്രത്യേകിച്ചൊരു പ്രതികരണമൊന്നും നടത്താതെ പോവുകയായിരുന്നു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെ വീണ്ടും കോടതിയിൽ ഹാജരാക്കും. ശിക്ഷാവിധി ഉണ്ടാകും. അത് എന്തായിരിക്കും എന്നത് സംബന്ധിച്ച് പ്രോസിക്യൂഷൻ നേരത്തെ തന്നെ പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്, ഈ രണ്ടാം പ്രതിയുടെ കാര്യത്തിൽ ഒരു സംശയത്തിന് ആനുകൂല്യം ലഭ്യമായി. അതിൽ അപ്പീൽ പോകണം എന്ന് കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. അവർക്ക് കൂടി ശിക്ഷ ലഭ്യമാകേണ്ടതുണ്ട്. അതിൽ അപ്പീൽ സാധ്യത അവശേഷിക്കുന്നുണ്ട്. അപ്പോഴും ഈ കേസിൽ പ്രോസിക്യൂഷനും അന്വേഷണ സംഘത്തിനും, കാരണം സംസ്ഥാനത്തെ ആകെ ഞെട്ടിച്ച, നടുക്കിയ, ആസൂത്രിതമായ ഒരു കുറ്റകൃത്യം, ആകെ ഞെട്ടിച്ച കേസാണ്. അത് പരമാവധി ശിക്ഷാ പ്രതികൾക്ക് നൽകണം എന്നാണ് ഷാരോണിന്റെ മാതാപിതാക്കൾ ആവശ്യപ്പെടുന്നത്. അവർ അതുപോലെ തന്നെ ഈ അമ്മയെ വെറുതെ വിട്ടതിൽ അവർ ഏതറ്റം വരെയും പോകും എന്നുള്ളതാണ് അവർ പറയുന്നത്. മകനെ നഷ്ടപ്പെട്ട അച്ഛനമ്മമാരുടെ ദുഃഖം അത് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും അത് കേരളത്തിന്റെ തന്നെ വേദനയാകുന്നു. ഒപ്പം എന്തായിരിക്കും ശിക്ഷാവിധി അതറിയാനും ആകാംക്ഷ. ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോഴേ എനിക്ക് തോന്നുന്നു പ്രണയത്തെക്കുറിച്ച് കുറച്ചുകൂടെ വിശാലമായി ചിന്തിക്കണം, വിശാലമായി ചർച്ച ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അതായത് സ്നേഹത്തിന് വേണ്ടി ആളുകളെ കൊല്ലുക, അല്ലെങ്കിൽ സ്നേഹം ശല്യമായിട്ട് ആളുകളെ കൊല്ലുക, ഇങ്ങനെ പല ആൾക്കാരെ കണ്ടിട്ടുണ്ട്. നമുക്ക് ഓപ്പോസിറ്റുള്ള ആൾക്ക് അത് ഓക്കെ അല്ലെങ്കിൽ ആ ബന്ധം അവിടെ നിർത്തുക, ആ ഒരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും ആരും കടക്കില്ല എന്ന് വിശ്വസിക്കുന്നു. ഇത്തരം വിഷയങ്ങളിലുള്ള പുതുതലമുറയുടെ ശബ്ദമാണ് കേട്ടത്. അത് തന്നെയാണ് വേണ്ടതും അല്ലേ?
നോ പറഞ്ഞാൽ നോ ആണ്. പിന്നെ എന്തിനാണ് അവിടെ നിൽക്കുന്നത്? അതുകൊണ്ടല്ലേ ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു സജോ അത് അറിയാതെ പറഞ്ഞതാണെന്ന് തോന്നുന്നു. പ്രണയത്തിൽ വിഷം കലർത്തി, ചിലപ്പോൾ മനഃപൂർവ്വം പറഞ്ഞതായിരിക്കും സജോ ആയതുകൊണ്ട്. അത് തന്നെയാണല്ലേ, പ്രണയിക്കുക, കുറേ വർഷങ്ങളോളം സ്നേഹിച്ച് ഒടുവിൽ പിന്മാറുമ്പോൾ, അതിലിങ്ങനെ പിന്മാറാൻ പറ്റാതെ വരുമ്പോൾ അതിന് മാർഗം കാണുന്നത് കൊലപ്പെടുത്തുക എന്നുള്ളത്, അതും അതിക്രൂരമായി. വലിയ എന്താ പറയുക, നമുക്ക് ഞെട്ടലുണ്ടാക്കുന്നു നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇതൊക്കെ നടന്നു എന്നുള്ളത്. ഏതായാലും നാളത്തെ ദിവസം നിർണായകം.